കൊട്ടാരങ്ങളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന മൈസൂർ പാലസ് മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും വെറും 1 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ്. അംബാവിലാസ് കൊട്ടാരം എന്നും മൈസൂർ പാലസ് പ്രാദേശികമായി അറിയപ്പെടുന്നു. മൈസൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ട് അനേക ഏക്കറുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത് മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജേന്ദ്ര വോഡയാർ നാലാമനാണ്. തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നീ വശങ്ങളിലായി 3 പ്രധാന കവാടങ്ങൾ ഈ കൊട്ടാരത്തിനുണ്ടെങ്കിലും ഇതിൽ തെക്ക് വശത്തുള്ള കവാടമാണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നത് മൈസൂർ കൊട്ടാരത്തിലേക്കാണ്. വർഷത്തിൽ ഏകദേശം 60 ലക്ഷത്തോളം സന്ദർശകർ ഇവിടെ എത്താറുണ്ടെന്നാണ് കണക്ക്. ഇന്ത്യയിലെ എല്ലാത്തരം നിർമ്മാണ ശൈലികളും സമന്വയിപ്പിച്ചാണ് മൈസൂർ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഡോ സാർസനിക് എന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്ന വാസ്തുവിദ്യാ രീതി അറിയപ്പെടുന്നത്. ഹിന്ദു, രജപുത്ര, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കരരൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ. അതിനാൽ ഭാരതീയ വാസ്തു നിർമ്മാണ ശൈലിയോടൊപ്പം മുഗൾ, രജ്പുത്, ഗോത്തിക് ശൈലികളുടെ സമൃദ്ധമായ സമന്വയം മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണ രീതിയിൽ കാണാൻ സാധിക്കും. മാർബിളിൽ തീർത്ത അർദ്ധ കുംഭകങ്ങളോട് കൂടിയ 3 നില മന്ദിരമാണ് ഈ കൊട്ടാരം. ഇതിന് 145 അടിയോളം ഉയരമുള്ള 5 നിലകളുള്ള താഴികക്കുടമുണ്ട്. ഈ താഴികക്കുടം 1914 സ്ഥാപിതമായത്. കൊട്ടാരത്തിന് ചുറ്റും വലിയൊരു ഉദ്യാനവും സജ്ജീകരിച്ചിരിക്കുന്നു. പ്രധാന കൊട്ടാര സമുച്ചയത്തിന് 245 അടി നീളവും 156 അടി വീതിയുമുണ്ട്. കൊട്ടാരത്തിന് 2 ദർബാർ ഹാളുകളുണ്ട്. അതോടൊപ്പം മറ്റ് കെട്ടിടങ്ങൾ, നടുമുറ്റം, വിശാലമായ ഉദ്യാനം എന്നിവയും ഉൾപ്പെടുന്നു. മൈസൂരിലെ രാജാക്കന്മാർ ചാമുണ്ഡി ദേവിയുടെ വലിയ ഭക്തന്മാരായിരുന്നു. അതിനാൽ മൈസൂർ കൊട്ടാരം ചാമുണ്ഡി ഹിൽസിന് അഭിമുഖമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൽ നിന്ന് ഏതാണ്ട് 11 കിലോമീറ്റർ അകലെയാണ് ചാമുണ്ഡി ഹിൽസ്. ഏകദേശം ചതുരാകൃതിയിലുള്ള ഒരു കോട്ട കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഇതിന് കൊട്ടാരത്തിലേക്ക് തുറക്കുന്ന 5 പ്രവേശന കവാടങ്ങളുമുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മൈസൂർ ഭരണാധികാരിയായിരുന്ന വോഡയാർ രാജവംശം 14-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായി ഒരു കൊട്ടാരം പണിതതെന്ന് കാണാം. പൂർണ്ണമായും മരം കൊണ്ടാണ് ആദ്യത്തെ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. അതിനുശേഷം അനേകം തവണ അത് നശിപ്പിക്കുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നാം കാണുന്ന കൊട്ടാരം 1897 നിർമ്മാണം ആരംഭിച്ച് 1912 പൂർത്തീകരിക്കുകയും ചെയ്തതാണ്. പിന്നീട് 1940 ഈ കൊട്ടാരം വിപുലീകരിച്ചു. വോഡയാർ രാജവംശം 1399 മുതൽ 1947 സ്വാതന്ത്ര്യലബ്ധി വരെയാണ് മൈസൂർ ഭരിച്ചത്. ആദ്യകാലം മുതലേ മൈസൂർ ആയിരുന്നു വോഡയാർ രാജാക്കന്മാരുടെ ഭരണസ്ഥിരാ കേന്ദ്രമെങ്കിലും 1610 തലസ്ഥാനം ശ്രീരംഗപട്ടണത്തേക്ക് മാറ്റുകയുണ്ടായി. 1938 ഇടിമിന്നലേറ്റ് കൊട്ടാരത്തിന് ഭാഗികമായി നാശം സംഭവിച്ചു. പിന്നീട് കൊട്ടാരം നവീകരിച്ചത് അന്നത്തെ മൈസൂർ ഭരണാധികാരിയായിരുന്ന രണധീര കണ്ടീവര നരസരാജ വോഡയാർ ആയിരുന്നു. കൊട്ടാരത്തിനകത്തേക്കുള്ള പ്രവേശന കവാടത്തിനടുത്തായി പഴയ കൊട്ടാരത്തിൻ്റെ ഒരു മാതൃക ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിട്ടുണ്ട്. മൈതാനത്തു നിന്നും കൊട്ടാരത്തിലേക്കുള്ള 5 പ്രവേശന കവാടങ്ങളിൽ പ്രധാനമായത് പിച്ചളയിൽ കൊത്തുപണികൾ നടത്തിയ ഒരു ഗേറ്റാണ്. കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗേറ്റ് ആനവാതിൽ അഥവാ ഇലഫന്റ് ഗേറ്റ് എന്നറിയപ്പെടുന്നു. എല്ലാ ആചാരപരമായ ഘോഷയാത്രകളും ആരംഭിക്കുന്നത് ഈ ഗേറ്റിന് പുറത്തു വച്ചാണ്. 1955 മൈസൂർ രാജാവ് പ്രാദേശിക വനങ്ങളിൽ നിന്നും വെടിവെച്ച് വീഴ്ത്തിയ 2 ആനകളുടെ തലകൾ ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിട്ടുണ്ട്. ദസറ ആഘോഷങ്ങളെ സൂചിപ്പിക്കുന്ന 26ഓളം മനോഹര ചിത്രങ്ങൾ ഇവിടെ കാണാം. ഈ പെയിന്റിങ്ങുകൾ യഥാർത്ഥ ഫോട്ടോഗ്രാഫുകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. 1934 1945 ഇടയിലുള്ള വർഷങ്ങളിൽ നടന്ന ദസറ ആഘോഷങ്ങളാണ്
അവയുടെ പ്രതിപാദ വിഷയം. ദസറ ഘോഷയാത്രകളുടെ മഹത്വവും ആഡംബരവും വരയ്ക്കുവാൻ കർണാടകയിലെ ഏറ്റവും മികച്ച 5 കലാകാരന്മാരെ മഹാരാജാവ് നിയോഗിച്ചിരുന്നു. അങ്ങനെ 1934-നും 1945-നും ഇടയിലെടുത്ത യഥാർത്ഥ ഫോട്ടോഗ്രാഫുകളെ അടിസ്ഥാനമാക്കി 26ഓളം പാനലുകളിലായി അവർ വരച്ച ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഓരോ ചിത്രങ്ങളും രാജകുടുംബത്തിൻ്റെയും മൈസൂരിൻ്റെയും ചരിത്രകഥകൾ സംസാരിക്കുന്നതായി തോന്നുന്നു. ജാതി മതഭേദമന്യേ എല്ലാ ജനങ്ങളും ദസറ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. ഈ ചിത്രങ്ങളിൽ കാണുന്ന ജനങ്ങളെല്ലാം യഥാർത്ഥത്തിലുള്ളവരും ഒരു കാലത്ത് മൈസൂർ നഗരത്തിൽ ജീവിച്ചിരുന്നവരുമാണ്. ദസറ ഘോഷയാത്രയുടെ ചിത്രങ്ങൾക്ക് പുറമെ മറ്റു 4 വിഷയങ്ങളിലുള്ള പെയിന്റിങ്ങുകളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. കൃഷ്ണരാജ വടിയാർ നാലാമന്റെ ജന്മദിന ഘോഷയാത്ര, ആയുധപൂജ, ചാമുണ്ടേശ്വരി ദേവിയുടെ ഉത്സവം, അതുപോലെ പടിഞ്ഞാറൻ ഇടനാഴിയിലുള്ള കൃഷ്ണ ജന്മാഷ്ടമി ആഘോഷം എന്നിവയെല്ലാം ചിത്രീകരിച്ചിരിക്കുന്ന പെയിന്റിങ്ങുകൾ ഇവിടെ കാണാം. എല്ലാ രാജകീയ വിവാഹങ്ങളും ജന്മദിനങ്ങളും ആചാരപരമായ ചടങ്ങുകളും നടന്നിരുന്നത് അഷ്ടഭുജാകൃതിയിലുള്ള ഈ ഹാളിലായിരുന്നു. മുകളിലെ താഴേക്കൂടത്തെ താങ്ങി നിർത്തുന്ന ഈ തൂണുകൾ പച്ചിരുമ്പ് കൊണ്ട് നിർമ്മിച്ചവയാണ്. മയിൽ രൂപങ്ങളും പുഷ്പമണ്ഡലങ്ങളും അടങ്ങിയ ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾ അതിമനോഹരം തന്നെയാണ്. ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങുകളുടെയും അതിൻ്റെ ചട്ടക്കൂടുകളുടെയും രൂപകൽപ്പന നടത്തിയത് മൈസൂരിലെ കലാകാരന്മാരായിരുന്നെങ്കിലും അത് നിർമ്മിച്ചത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലുള്ള പ്രശസ്ത വാൾട്ടർ മക്ഫർലാൻഡ് സാരസൻ ഫൗണ്ടറിയാണ്. ഉയരത്തിലുള്ള താഴേക്കൂടത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന അലങ്കാര ദീപങ്ങൾ വളരെ മനോഹരം തന്നെ. മുകളിലെ മയിലുകളുടെ രൂപകൽപ്പന തറയിലെ മൊസൈക്ക് ടൈലുകളിലും പ്രതിഫലിക്കുന്നു. മഹാഭാരതത്തിലും രാമായണത്തിലെയും രംഗങ്ങളുടെ ചിത്രീകരിക്കുന്ന കൊത്തുപണികളും ഇവിടെയുണ്ട്. മൈസൂർ രാജാക്കന്മാർ തങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ പ്രദേശങ്ങളിലെ പ്രജകൾ അവരെ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും അവരുടെ നിവേദനങ്ങളും അപേക്ഷകളും സമ്മാനങ്ങളും ചെറിയ പെട്ടികളിൽ നൽകുക പതിവായിരുന്നു. ഈ പെട്ടികൾ നിർമ്മിച്ചിരുന്നത് കർണാടകയിൽ സുലഭമായി ലഭിച്ചിരുന്ന ചന്ദനത്തടിയിലും വെള്ളിയിലുമായിരുന്നു. അവയിൽ ചില പെട്ടികളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. കല്യാണ മണ്ഡപത്തിൻ്റെ തെക്കുഭാഗത്തുള്ള പോർട്രേറ്റ് ഗാലറിയിൽ നിരവധി പെയിൻറ്റിങ്ങുകളും രാജകുടുംബത്തിൻ്റെ ഫോട്ടോഗ്രാഫുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. വടയാർ രാജവംശത്തിൻ്റെ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും ഈ പ്രദർശനത്തിലുണ്ട്. ഈ കൊട്ടാരത്തിൽ ആദ്യമായി താമസിച്ച കൃഷ്ണരാജ വടയാർ നാലാമൻ്റെ ഛായാചിത്രവും ഇവിടെ കാണാം. ജയ്പൂർ രാജകുമാരിയുമായുള്ള ജയചരാമജ്ര വടയാറിൻ്റെ ചിത്രം, 1 വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണരാജ വടയാർ നാലാമൻ തൻ്റെ മൂത്ത സഹോദരിമാർക്കൊപ്പം ഇരിക്കുന്ന ചിത്രം എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. രാജാരവിവർമ്മ 1885 വരച്ച 2 ചിത്രങ്ങളും ഈ ചിത്രശാലയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മൈസൂർ രാജാക്കന്മാർ ഗുസ്തി മത്സരത്തിൻ്റെ കടുത്ത ആരാധകരായിരുന്നു. അവരുടെ ഭരണകാലത്ത് ജട്ടീസ് എന്നറിയപ്പെട്ടിരുന്ന ഗുസ്തിക്കാർക്ക് വളരെയധികം പ്രോത്സാഹനം ലഭിച്ചിരുന്നു. എല്ലാ വർഷവും ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി വജ്രമുഷ്ടി എന്നറിയപ്പെട്ടിരുന്ന പ്രത്യേക ഇനം ഗുസ്തി മത്സരങ്ങൾ അരങ്ങേറിയിരുന്നത് ഈ കൊട്ടാരത്തിലെ ഈ നടുമുറ്റത്തായിരുന്നു. മഹാരാജാവിൻ്റെ അംഗരക്ഷകരായിരുന്നു ഗുസ്തിയിൽ പ്രാവീണ്യം തെളിയിച്ച ഈ ജട്ടീസുകൾ. 1762 മൈസൂർ കൊട്ടാരം മൈസൂർ അധിപനായ ഹൈദരാലിയുടെ കീഴിലായി. പിന്നീട് 1787 ഹൈദരാലിയുടെ മകനായ ടിപ്പു കൊട്ടാരം ഉൾപ്പെടെ നഗരം പൂർണ്ണമായി നശിപ്പിക്കുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് നാസറാബാദ് എന്നൊരു പുതിയ നഗരം മാറ്റി നിർമ്മിക്കുകയും ചെയ്തു. എന്നാൽ 1799 4ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടതോടെ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ ഗവർണർ ജനറലായിരുന്ന ലോർഡ് മോർണിംഗ്ടൺ വടയാർ രാജവംശത്തെ തന്നെ മൈസൂരിൻ്റെ ഭരണം തിരികെ ഏൽപ്പിച്ചു. തുടർന്ന് 1799 വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണരാജ വടയാർ
മൈസൂരിൻ്റെ ഭരണാധികാരിയായി. രാജാവ് തന്നെ സന്ദർശിച്ചിരുന്ന വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള 2 വെള്ളി കസേരകൾ രാജകീയ സിംഹാസനത്തോട് സാമ്യമുള്ളവയാണ്. അധികാരത്തിൻ്റെയും രാജകീയതയുടെയും പ്രതീകമായ സിംഹരൂപങ്ങളെ ഈ കസേരകളുടെ കൈപ്പിടികളിൽ കാണാം. വ്യത്യസ്തമായ ഒരു കണ്ണാടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ വികലമായ പ്രതിബിംബമായിരിക്കും ഈ കണ്ണാടിയിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഫൺ ഹൗസ് മിറർ അക്കാലത്തെ മികച്ച വിനോദത്തിൻ്റെ ഉറവിടമായിരുന്നു എന്നതിൽ സംശയമില്ല. ദസറ ആഘോഷവേളയിൽ പാവകളെയും ശില്പങ്ങളെയും ആരാധിക്കുന്നത് മൈസൂരിലെ ഒരു പാരമ്പര്യമാണ്. വിജയനഗര കാലഘട്ടം മുതൽ തുടങ്ങിയ ഈ ആചാരം ഇന്നും നിലനിൽക്കുന്നു. യൂറോപ്യൻ മാർബിൾ ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ കലാസൃഷ്ടികളുടെ ശേഖരം ഇവിടെ കാണാം. മഹാരാജാവിൻ്റെ കാലത്ത് കൊട്ടാരത്തിൻ്റെ ഈ ഭാഗം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാറുണ്ട്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന എല്ലാ കലാസൃഷ്ടികളും മഹാരാജാവിൻ്റെ സ്വകാര്യ ശേഖരത്തിൽ നിന്നുള്ളതാണ്. 1920കളിലെ ശേഖരമാണ് ഇവിടെ പ്രദർശനത്തിന് വച്ചിരിക്കുന്നത്. കൊട്ടാര സമുച്ചയത്തിൻ്റെ വടക്ക് ഭാഗത്തായി ഒരു മണ്ഡപത്തിൻ്റെ ആകൃതിയിലുള്ള ഗോൾഡൻ ഹൗഡ അഥവാ സ്വർണ്ണ അമ്പാരി സ്ഥിതി ചെയ്യുന്നു. 750 കിലോയോളം ഭാരമുള്ള ഈ സ്വർണ്ണ അമ്പാരിയിലായിരുന്നു പണ്ടുകാലത്ത് രാജാക്കന്മാർ ദസറ ഘോഷയാത്രയിൽ ആനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നത്. ആനക്കൊമ്പുകൾ കൊണ്ട് അലങ്കാരപ്പണികൾ നടത്തിയിട്ടുള്ള സ്വർണ്ണ അമ്പാരിയുടെ ഘടന നിർമ്മിച്ചിട്ടുള്ളത് അത്തിമരത്തിൻ്റെ തടി ഉപയോഗിച്ചാണ്. ഈ അമ്പാരിയെ 75 കിലോയിലധികം ഭാരമുള്ള ശുദ്ധമായ സ്വർണത്തിൻ്റെ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഈ സ്വർണ്ണ അമ്പാരിയിൽ സവാരി ചെയ്ത അവസാന രാജകുടുംബാംഗം ശ്രീ ജയ ചാമ രാജേന്ദ്ര വോഡിയാറാണ്. ഇപ്പോഴും ദസറ ഘോഷയാത്രയിൽ ആനപ്പുറത്ത് സ്വർണ്ണ അമ്പാരി ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇതിനകത്ത് ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹമാണ് എഴുന്നള്ളിക്കുന്നത്. പബ്ലിക് ദർബാർ ഹാളിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് കൃഷ്ണരാജ വോഡയാർ നാലാമൻ്റെ പൂർണ്ണകായ പ്രതിമ കാണാം. ഇപ്പോഴുള്ള കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിച്ച മഹാരാജാവായിരുന്നു അദ്ദേഹം. കൊട്ടാരം കലാകാരനായിരുന്ന ബി ബസവയ്യയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഈ പ്രതിമ നിർമ്മിച്ചത്. പ്രതിമയ്ക്ക് തൊട്ടടുത്തായി രാജാവിൻ്റെ പ്രിയപ്പെട്ട സഹായിയായിരുന്ന ജമദർ പിയർ ബെയ്റ്റിൻ്റെ കട്ടൗട്ട് ഫോട്ടോയും കാണാം. മുറിയുടെ കോണുകളിൽ ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിളക്ക് തൂണുകൾ നാട്ടിയിരിക്കുന്നു. പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ മഹാരാജ ഉപയോഗിച്ചിരുന്ന ഹാളാണിത്. രൂപകൽപ്പനയിൽ അംബാവിലാസ് ഹാളിന് സമാനമാണെങ്കിലും ഇത് വളരെ വലുതും പ്രധാന ഗേറ്റ് കാണുവാൻ കഴിയുന്ന വിധം ബാൽക്കണിയിൽ ഇരിക്കാൻ സാധിക്കുന്നതുമാണ്. തൻ്റെ പ്രജകളോട് സംസാരിക്കുവാൻ രാജാവ് ഈ ബാൽക്കണി ഉപയോഗിച്ചിരുന്നു. ബാൽക്കണിക്ക് മുന്നിലുള്ള ഈ പ്രദേശത്താണ് ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്തപ്പെട്ടിരുന്നത്. ഈ ഹാൾ പൂർണ്ണമായും പിങ്ക്, മഞ്ഞ, ടർക്കോയ്സ് എന്നീ നിറങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ദർബാർ ഹാളിൻ്റെ ചുവരുകൾ അക്കാലത്തെ വിലയേറിയ പെയിന്റിങ്ങുകൾ കൊണ്ട് മാറ്റുകൂട്ടിയിരിക്കുന്നു. മാർബിൾ തറ, വൈവിധ്യമാർന്ന രീതിയിൽ അലങ്കരിച്ച ചുമരുകൾ, രാജകുടുംബാംഗങ്ങളുടെ ഛായാചിത്രങ്ങൾ, ദേവന്മാരുടെയും ദേവതകളുടെയും ചിത്രങ്ങൾ എന്നിവ ദർബാർ ഹാളിലെ ചുമരുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചുമരിലുള്ള വിശാലമായ കണ്ണാടികൾ ദർബാർ ഹാളിന്റെ മൊത്തത്തിലുള്ള ഭംഗി കൂട്ടുന്നു. ൽ നാസറാബാദ് കൊട്ടാരം തകർത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ തിരികെ എത്തിച്ച് പുതിയൊരു കൊട്ടാരം നിർമ്മിച്ചു. പക്ഷേ 1897 വോഡയാർ രാജകുമാരിയായ ജയലക്ഷ്മണിയുടെ വിവാഹത്തോടനുബന്ധിച്ച് മരം കൊണ്ട് നിർമ്മിച്ച കൊട്ടാരത്തിനും തീ പിടിച്ചു നശിച്ചു. തുടർന്ന് മൈസൂർ മഹാറാണി വാണിവിലാസ് സന്നിധ ബ്രിട്ടീഷ് വാസ്തുവിദ്യ വിദഗ്ധനായ ഹെൻറി ഇർവിനെ പുതിയൊരു കൊട്ടാരം രൂപകൽപ്പന ചെയ്യാൻ നിയോഗിച്ചു.
അങ്ങനെ 1912 ഇന്നത്തെ മൈസൂർ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായി. അതിനുശേഷവും കൊട്ടാരത്തിന് പല വിധത്തിലുള്ള വിപുലീകരണങ്ങളും മോടിപിടിപ്പിക്കലും നടന്നു. അങ്ങനെ 1940 ഇപ്പോഴുള്ള ദർബാർ ഹാൾ പുതുതായി പണി കഴിപ്പിച്ചത്. മൈസൂർ നഗരത്തിൽ ആദ്യമായി വൈദ്യുതി ലഭ്യമായി തുടങ്ങിയത് 1906 ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തീകരിച്ചതാവട്ടെ 1912. അതുകൊണ്ട് തന്നെ രാജകുടുംബം ഈ കൊട്ടാരത്തിലേക്ക് താമസം മാറിയതിൻ്റെ ആദ്യ ദിവസം മുതലേ കൊട്ടാരത്തിൽ വൈദ്യുതി ഉണ്ടായിരുന്നു. ഈ AC ലിഫ്റ്റുകൾ ഇന്നും പ്രവർത്തനക്ഷമമാണ്. 1897 തീപിടുത്തത്തിൽ പഴയ തടിക്കൊട്ടാരം കത്തിനശിച്ചെങ്കിലും അതിലുണ്ടായിരുന്ന ഗണപതിക്ക് സമർപ്പിച്ചിരുന്ന ആരാധനാലയത്തിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. പിന്നീട് പുതുതായി നിർമ്മിച്ച ഈ കൊട്ടാരത്തിൽ ആ ഭാഗങ്ങളും വിഗ്രഹങ്ങളും കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. പ്രധാന ദർബാർ ഹാളിനെ അംബവിലാസ് ഹാളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴിയിൽ റോസ്വുഡ് മരത്തിൽ ആനക്കൊമ്പിൻ്റെ കൊത്തുപണികളുമായി ഈ വാതിലുകൾ കാണാം. മൈസൂർ ഭരണകൂടത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മഹാരാജാവും ഉപദേഷ്ടാക്കളും സമ്മേളിച്ചിരുന്നത് അംബാവിലാസ് ഹാൾ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന ഈ സ്വകാര്യ ദർബാർ ഹാളിലായിരുന്നു. ഏറ്റവും ആഡംബര രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ദർബാർ ഹാളിൻ്റെ പ്രധാന ആകർഷണീയത അതിൻ്റെ നീലയും സ്വർണ്ണ നിറവും ചേരുന്ന വർണ്ണവൈവിധ്യം തന്നെയാണ്. ഹാളിന് പുറത്തുള്ള ഇടനാഴിയിലെ മേൽത്തട്ട് തേക്കിൻ തടിയിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ്. പ്രധാന ദർബാർ ഹാളിൻ്റെ മുകൾ ഭാഗം സ്റ്റെയിൻഡ് ഗ്ലാസുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അമൂല്യമായ രത്നക്കല്ലുകൾ കൊണ്ട് മൊസൈക്ക് വർക്ക് ചെയ്തിരിക്കുന്ന തറകൾ ഓരോ പച്ചിരുമ്പ് തൂണിനിടയിലും തെളിഞ്ഞു കാണാം. ഈ തറകളുടെ അലങ്കാര പ്രവർത്തനങ്ങൾക്കായി ആഗ്രയിൽ നിന്നും വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവന്നെങ്കിലും മൈസൂരിലെ പ്രാദേശിക തൊഴിലാളികളുമായി വഴക്കിട്ട് അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അതിനാൽ മൈസൂരിലെ തന്നെ കലാകാരന്മാരാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അതിമനോഹരമായ ഗ്ലാസ് ജാലകങ്ങളും ഈ ഹാളിലുണ്ട്. അംബാവിലാസ് ഹാൾ കൊട്ടാരത്തിലെ ഏറ്റവും മനോഹര മുറികളിൽ ഒന്നാണെന്നതിന് യാതൊരു സംശയവുമില്ല. ദസറ ആഘോഷവേളയിൽ ഈ ഹാളിൻ്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള അഷ്ടഭുജാകൃതിയിലുള്ള പവലിയനിൽ സുവർണ സിംഹാസനം സ്ഥാപിക്കുന്നു. മൈസൂർ രാജകുടുംബത്തിൻ്റെ പിൻഗാമികൾ സ്വകാര്യ ചടങ്ങുകൾ നടത്തുകയും ദസറയോടനുബന്ധിച്ചുള്ള അനുഷ്ഠാനങ്ങളിൽ ആ സിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഇപ്പോഴും ദസറ ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകൾ നടത്തപ്പെടുന്നത് ഈ ഹാളിലാണ്. മൈസൂർ കൊട്ടാരത്തിൻ്റെ മറ്റൊരു ആകർഷകമായ സവിശേഷത കൊട്ടാരക്കെട്ടിനകത്തു തന്നെയുള്ള 12ഓളം ക്ഷേത്രങ്ങളാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കർണാടക സംസ്ഥാന ഡിവിഷന് കീഴിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളാണ് കൊട്ടാര സമുച്ചയത്തിന് അകത്തുള്ളത്. ശ്രീകൃഷ്ണന് സമർപ്പിക്കപ്പെട്ട ശ്രീ പ്രസന്ന കൃഷ്ണസ്വാമി ക്ഷേത്രം 1829 കൃഷ്ണരാജ വടിയാർ മൂന്നാമനാണ് പണി കഴിപ്പിച്ചത്. മൈസൂർ വടിയാർ രാജവംശത്തിന് യദുവംശത്തിൽ വേരുകളുണ്ട് എന്ന് പറയപ്പെടുന്നതിനാൽ പാരമ്പര്യത്തെ മാനിക്കുന്നതിനാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ദേവന്മാരുടെയും മുനിവര്യന്മാരുടെയും 40ഓളം വെങ്കല ചിത്രങ്ങൾ ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. മൈസൂരിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. ശ്രീ ലക്ഷ്മി രമണസ്വാമി എന്ന ഈ ക്ഷേത്രത്തിൽ വെച്ച് 1599 ഒരു അന്ധനായ ബ്രാഹ്മണന് കാഴ്ചശക്തി ലഭിച്ചു എന്നുള്ള ഐതിഹ്യങ്ങൾ ഉള്ളതിനാൽ ഈ ക്ഷേത്രത്തിന് അപാരമായ ശക്തി ഉണ്ടെന്ന് പറയപ്പെടുന്നു. മൈസൂർ രാജകുടുംബ രേഖകളിലും ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 1799 ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് രാജകൃഷ്ണ രാജ വടിയാർ മൂന്നാമൻ തൻ്റെ കുട്ടികളുടെ കിരീടധാരണം നടത്തിയത്. കൊട്ടാരത്തിൻ്റെ തെക്കേ കവാടത്തിനടുത്തായി ശ്രീ ശ്വേതവരഹസ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നു. പുരാതന വാസ്തുവിദ്യയുടെ നേർക്കാഴ്ച ഈ ക്ഷേത്രത്തിൽ നമുക്ക് ദർശിക്കാം. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ശൈലിയിലാണ്
ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1951 ശ്രീ ജയ ചാമരാജേന്ദ്ര വടിയാർ നിർമ്മിച്ച ശ്രീ ഭുവനേശ്വരി ക്ഷേത്രമാണിത്. മൈസൂർ കോട്ടയുടെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം തെക്കുഭാഗത്തുള്ള വരാഹസ്വാമി ക്ഷേത്രത്തിന് സമാനമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഒരു അമൂല്യ വസ്തു ചെമ്പിൽ തീർത്ത സൂര്യമണ്ഡലമാണ്. മഹാരാജാവ് കൊട്ടാരത്തിൽ നിന്നും ഈ സൂര്യമണ്ഡലങ്ങൾ ഈ ക്ഷേത്രത്തിന് നൽകിയതായി പറയപ്പെടുന്നു. തനി ദ്രാവിഡ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹം രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത ശില്പിയായ സിദ്ധലിംഗ സ്വാമിയാണ്. ദീപാലങ്കൃതമായ കൊട്ടാരത്തിൻ്റെ കാഴ്ചയാണിത്. ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും അതുപോലെ ദസറ ആഘോഷങ്ങളുടെ 10 ദിവസങ്ങളിലും വൈകിട്ട് 97,000-ഓളം ഇലക്ട്രിക് ബൾബുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് കൊട്ടാരത്തെ കൂടുതൽ മനോഹരമാക്കാറുണ്ട്.